നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത പുതുക്കാട് സിഗ്നലിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. മാളയിൽ ബസിൽ വെച്ച് യാത്രക്കാരിയുടെ പണമടങ്ങിയ ബാഗ് മോഷ്ടിക്കാൻ ശ്രമിച്ച കേസിൽ തമിഴ്നാട് ശിവകാശി സ്വദേശിനികളും സഹോദരികളുമായ 2 പ്രതികൾ റിമാൻഡിൽ. ഇരിങ്ങാലക്കുടയിലെ ഗ്രാമിലെ കാറിനുള്ളിലെ ആത്മഹത്യ. അനധികൃതമായി തോക്ക് കൈമാറിയതിന് 2 പ്രതികൾ റിമാൻഡിൽ. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവിൽ കോഴിക്കല്ല് മൂടൽ ഞായറാഴ്ച. വാർത്തകൾ വിശദമായി. ദേശീയപാത പുതുക്കാട് സിഗ്നലിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. സിഗ്നലിൽ നിർത്തിയിട്ട ചരക്ക് ലോറിക്ക് പുറകിലായി 2 കാറുകളും പിക്കപ്പ് വാനുമാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയായിരുന്നു അപകടം. പിക്കപ്പ് വാൻ ഡ്രൈവർക്കാണ് പരിക്കേറ്റത്. വാനിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തി ഡോർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. പരിക്കേറ്റയാളെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാറുകൾക്കും പിക്കപ്പ് വാനിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. മാളയിൽ ബസിൽ വെച്ച് യാത്രക്കാരിയുടെ പണമടങ്ങിയ ബാഗ് മോഷ്ടിക്കാൻ ശ്രമിച്ച കേസിൽ തമിഴ്നാട് ശിവകാശി സ്വദേശിനികളും സഹോദരികളുമായ 2 പ്രതികൾ റിമാൻഡിൽ. 12-ാം തീയതി 8:15 മണിയോടെ പറമ്പി റോഡ് എന്ന സ്ഥലത്ത് വെച്ച് മരിയ മോട്ടോഴ്സ് എന്ന ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു തുമ്പൂർ സ്വദേശിനി കല്ലിക്കര വീട്ടിൽ ലതിക. ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിനിടെ ഇവരുടെ ബാഗിലുണ്ടായിരുന്ന 10,000 രൂപ മോഷണം ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിനാണ് തമിഴ്നാട് മധുരൈ ശിവകാശി റെയിൽവേ ഉന്നതി സ്വദേശിനികളും സഹോദരികളുമായ സീന, മഞ്ജു എന്നിവരെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മാള പോലീസ് സ്റ്റേഷൻ SI-മാരായ ബെന്നി, ഷാലു, ASI ഷാജിദ, CPO അഖിലേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഇരിങ്ങാലക്കുടയിലെ ഗ്രാമിലെ കാറിനുള്ളിലെ ആത്മഹത്യ. അനധികൃതമായി തോക്ക് കൈമാറിയതിന് 2 പ്രതികൾ റിമാൻഡിൽ. പുല്ലൂർ സ്വദേശി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ തോക്ക് എത്തിച്ചു നൽകിയ 2 പേരെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കാഞ്ചേരി മംഗലം കാലായിൽ വീട്ടിൽ ജസ്റ്റിൻ മാത്യു എന്നയാളെ വടക്കാഞ്ചേരിയിൽ നിന്നും ഇടുക്കി കുമിളി സ്വദേശി തറപ്പേൽ വീട്ടിൽ റിഗൻ ജോസഫിനെ ഇടുക്കി കുമിളിയിൽ നിന്നുമാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇരിഞ്ഞാലക്കുട പോലീസ് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടിയത്. പുല്ലൂർ വില്ലേജ് ആസാദ് റോഡ് കുറ്റിക്കാടൻ വീട്ടിൽ ജോസിനെ 10/3/2026 രാത്രി 9 മണിയോടെയാണ് ഇരിഞ്ഞാലക്കുട ഗാന്ധിഗ്രാമിൽ നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കാറിൽ നിന്നും ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിച്ച തോക്കും ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തു. തനിക്ക് തോക്ക് നൽകിയത് പ്രതികളായ ജസ്റ്റിനും റീഗനും ചേർന്നാണെന്ന് ജോസ് ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവിൽ കോഴിക്കല്ല് മൂടൽ ഞായറാഴ്ച. ഈ മാസം 22-നാണ് അശ്വതി കാവ് തീണ്ടൽ. 22-നാണ് ഭരണി ആഘോഷം. ഞായറാഴ്ച അവകാശികൾ ചേർന്ന് കോഴിക്കല്ല് മൂടും. വടക്കേ നടയിലെ ദീപസ്തംഭത്തിന് സമീപത്തെ വൃത്താകൃതിയിലുള്ള 2 കോഴിക്കല്ലുകളാണ് അവകാശികൾ കുഴി കുത്തി മൂടുക. നാട്ടിക നിയോജക മണ്ഡലം NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. തൃപ്പയാറിൽ പ്രവർത്തനം ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള നിയമസഭയിൽ ഇത്തവണ നിരവധി NDA MLA-മാരുണ്ടാവുമെന്നും അതിലൊന്ന് നാട്ടികയിൽ നിന്നായിരിക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. ഇതാ കേന്ദ്രത്തിൽ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 48 മണിക്കൂർ കൊണ്ട് കേരളത്തിൽ ആ പദ്ധതി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമുക്ക് മന്ത്രിമാരുണ്ടാകണം, അവിടെ MLA-മാരുണ്ടാകണം. LDF-നും UDF-നും 70 കൊല്ലം കൊണ്ട് സാധിക്കാത്തത് 5 കൊല്ലം ഞങ്ങളുടെ BJP-യുടെ NDA-യുടെ കയ്യിൽ തന്നാൽ ഈ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് അഹന്ത മാറ്റിവെച്ചുകൊണ്ട് ടെക്നോളജിയിൽ അറിവുള്ളവരെ, ശാസ്ത്രജ്ഞന്മാരെ, അധ്യാപക മേഖലയിൽ കഴിവുള്ളവരെ, നല്ല പഠിക്കാൻ പോകുന്ന കുട്ടികളെ, യുവാക്കളെ, അങ്ങനെയുള്ള മുഴുവൻ ആളുകളെ, കർഷകരെ
ഇവിടുത്തെ പട്ടാളക്കാരെ, ഇവിടുത്തെ ആബാലവൃദ്ധം വരുന്ന ജനങ്ങളെയും വിളിച്ചിരുത്തിക്കൊണ്ട് എങ്ങനെയാണ് കേരളത്തിന് പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു ജനസഭയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ BDJS-ന്റെ NDAയുടെ ആളുകൾ കേരള നിയമസഭയ്ക്കകത്ത് പോകണം. അതിന് നാട്ടിക നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു MLA-യെ നിങ്ങൾ സൃഷ്ടിക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്, ജനങ്ങളോട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ശ്രീജിത്ത് സ്വാഗതവും വിജയൻ ചെമ്പറ നന്ദിയും പറഞ്ഞു. NDA ജില്ലാ മണ്ഡലം നേതാക്കളായ EP ഹരീഷ് മാസ്റ്റർ, അതുല്യ ഘോഷ്, സുധീഷ് മേനോത്തുപറമ്പിൽ, EP താൻസി, വഗീഷ് പൂരാടൻ, ഉണ്ണികൃഷ്ണൻ, ഷൈൻ നെടിയിരിപ്പിൽ, ജോഷി ബ്ലാങ്ങാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏങ്ങണ്ടിയൂരിന് ഇനി പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം. ചേറ്റുവ പാലത്തിന് സമീപം പുതുതായി നിർമ്മിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം നടത്തി. ചേറ്റുവ പാലത്തിന് സമീപം പുതുതായി നിർമ്മിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസ് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K. രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. റവന്യൂ വകുപ്പ് സ്കീം ഫോർ സ്പെഷ്യൽ അസിസ്റ്റന്റ് ടു സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് 2024-25 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 1399.66 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിൽ വെയിറ്റിംഗ് ഏരിയ, ഓഫീസ് റൂം, വില്ലേജ് ഓഫീസർ റൂം, റെക്കോർഡ് റൂം, ഡൈനിങ് ഏരിയ, ടോയ്ലറ്റുകൾ എന്നിവയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ V. മഞ്ജുഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സേവ്യർ പുലിക്കോട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇർഷാദ് K. ചേറ്റുവ, വാർഡ് മെമ്പർ RS സൈഫുള, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ MA ഹാരിസ് ബാബു, MG ഘോഷ്, PK രാജേശ്വരൻ, VS സുബേർ, AS തങ്കപ്പൻ, തൃശൂർ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് R. മനോജ്, തഹസിൽദാർ PN സുരേഷ് എന്നിവർ സംസാരിച്ചു. നിരവധികളായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായി എന്ന ആത്മവിശ്വാസമാണ് പട്ടയ മിഷനിലൂടെ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ 4.5 ലക്ഷത്തോളം മനുഷ്യരെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റിയ ശ്രദ്ധേയമായിട്ടുള്ള പട്ടയ മുന്നേറ്റം ഈ കേരളത്തിൽ സാധ്യമാക്കിയത്. ഗുരുവായൂരിൽ ടിപ്പർ ലോറി നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് മറിഞ്ഞ് അപകടം. ഗുരുവായൂർ മമ്മിയൂരിൽ LF കോളേജിന് സമീപം നിയന്ത്രണം വിട്ട് ടിപ്പർ ലോറി നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. ചൊവ്വല്ലൂർ കുറുവങ്ങാട്ടിൽ അമർനാഥിനാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. ചാവക്കാട് ഭാഗത്ത് നിന്ന് കോട്ടപ്പാടിയിലേക്ക് റോഡ് പണിക്ക് ആവശ്യമായ കോൺക്രീറ്റ് മിക്സുമായി പോവുകയെന്ന ടിപ്പറാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന ബൈക്കിൽ ഇടിക്കാതിരിക്കാൻ ലോറി വെട്ടിച്ചപ്പോഴാണ് നിയന്ത്രണം വിട്ട് റോഡിൽ മറിയുകയായിരുന്നു. റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കാണ് ലോറിയിലുണ്ടായിരുന്ന കോൺക്രീറ്റ് മിക്സ് ഉൾപ്പെടെ വീണത്. കാറിൽ ആളുണ്ടായിരുന്നില്ല. കാറിന്റെ ചില്ല് തകർന്ന് കോൺക്രീറ്റ് മിക്സ് കാറിനുള്ളിലേക്ക് വീണു. എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലമ്പടിയിൽ കിടപ്പുരോഗിയായ വയോധിക കാർത്തിയായനിയെ വീടിനുള്ളിൽ കയറി കടിച്ചു കൊല്ലുകയും ഇവരുടെ മകനെ കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത തെരുവുനായയെ പിടികൂടിയ നായ പിന്നീട് ചത്തു. ഷൂട്ടിംഗ് അംഗം ബൈജു കടങ്ങോടിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസും നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമത്തിനൊടുവിൽ പുലർച്ചെ 1 മണിയോടെയാണ് നായയെ പിടികൂടിയത്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് നായ കാർത്തിയായനെയും മകനെയും നായ വീടിനകത്ത് കയറി ആക്രമിച്ചത്. മുഖവും കഴുത്തും ഉൾപ്പെടെ ശരീരമാസകലം കടിയേറ്റ കാർത്തിയായൻ തൽക്ഷണം മരിച്ചു. മാനസികാസ്വാസ്ഥ്യമുള്ള മകൻ ദേവദാസിന് കാലിനാണ് കടിയേറ്റത്. കാൽപാദം കടിച്ചുകീറുകയും കാൽവിരലുകൾ കടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു തവണ നായയെ വലിച്ചെറിഞ്ഞു പിടിച്ചെങ്കിലും രക്ഷപ്പെട്ടു. തുടർന്ന് പുലർച്ചെ 1 മണിയോടെ വെള്ളറക്കാട് പള്ളിക്ക് സമീപം വെച്ച് പോലീസ് നായയെ കണ്ടെത്തുകയും ബൈജുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും പോലീസും ജനപ്രതിനിധികളും ചേർന്ന് പിടികൂടുകയായിരുന്നു. പിടികൂടിയ നായ മണ്ണുത്തി വെറ്റിനറി ആശുപത്രിയിൽ കൊണ്ടുപോകും വഴി ചത്തു. നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. തിരഞ്ഞെടുപ്പിൽ പോലീസിന്റെ സാന്നിധ്യവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി CAPF-ഉം ലോക്കൽ പോലീസും സംയുക്തമായാണ് റൂട്ട് മാർച്ച് നടത്തിയത്. സ്വരാജ് റൗണ്ട് ചുറ്റി നടന്ന മാർച്ച് തെക്കേ ഗോപുര നടയിലെത്തി സമാപിച്ചു. തെക്കുംകരയിൽ അയൽവാസിയുടെ ദേഹത്ത് ചൂടുവെള്ളമൊഴിച്ച് ഗുരുതരമായി പൊള്ളലേൽപ്പിച്ച കേസിൽ അയൽവാസിയായ പ്രതി അറസ്റ്റിൽ. തെക്കുംകര കിഴക്കൂട്ടുവളപ്പിൽ കോതമകൻ രാജനാണ് അറസ്റ്റിലായത്. തെക്കുംകര പാണം വീട്ടിൽ ശശിയെയാണ് പ്രതി തിരുവോണ ദിവസം ചൂടുവെള്ളമൊഴിച്ച് പൊള്ളലേൽപ്പിച്ചത്. തന്റെ വീട്ടിലേക്ക് ബന്ധുക്കൾ വരുന്ന സമയം വീടിനു സമീപത്ത് മദ്യപിച്ചു കിടന്നതിന് ചൂടുവെള്ളമൊഴിച്ചു എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. വടക്കാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ മുരളീധരൻ, സബ് ഇൻസ്പെക്ടർ ഹരിഹര സോനു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മുൻവൈരാഗ്യത്തിന്റെ പേരിൽ വീടിനുള്ളിൽ MDMA വെച്ച് കള്ളക്കേസുണ്ടാക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ചാവക്കാട് തൈക്കാട് സ്വദേശികളായ കുളങ്ങര വീട്ടിൽ ഹമീദ്, കോലഴി സ്വദേശിയായ അറക്ക വീട്ടിൽ രഞ്ജിത്ത് എന്നിവരെയാണ് പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ജനുവരി 5-നാണ് കേസിന് ആസ്പദമായ സംഭവം. ട്രെയിനിൽ നിന്നും ചാലക്കുടി പുഴയിലേക്ക് യുവാവ് വീണു.
കാസർഗോഡ് സ്വദേശി അച്യുതാനന്ദൻ ഷേണായിയാണ് വേണാട് എക്സ്പ്രസിൽ നിന്നും തെറിച്ചു വീണത്. യുവാവിനെ ചാലക്കുടി അഗ്നിശമന സേനാ സംഘത്തിലെ സ്കൂബ ടീം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. അങ്കമാലി കരയാമ്പറമ്പിലെ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ ഇയാൾ നാട്ടിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. ഇയാളുടെ വാച്ച് റെയിൽവേ ട്രാക്കിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. 84-കാരിയെ തെരുവുനായ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ നടുങ്ങി വെള്ളാർക്കാട് ഗ്രാമം. കൊല്ലമ്പാടിയിൽ വ്യാഴാഴ്ച സന്ധ്യയോടെയാണ് അതിദാരുണമായ സംഭവം നടന്നത്. 2 വർഷം മുമ്പ് വീണ് എല്ല് പൊട്ടിയതിനെ തുടർന്ന് കിടപ്പിലായിരുന്നു 84 വയസ്സുള്ള കാർത്തിയായനി. മാനസികാസ്വാസ്ഥ്യമുള്ള 60 വയസ്സുള്ള 2 മക്കളുമുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് 5:30 തൊട്ടടുത്ത് താമസിക്കുന്ന കാർത്തിയായനിയുടെ 4ാമത്തെ മകൻ മണി വീട്ടിൽ വന്ന് ലൈറ്റിട്ട് ഭക്ഷണം കൊണ്ടുവരുന്നതിന് പോയതാണ്. അരമണിക്കൂറിനുള്ളിൽ മണി ഭക്ഷണമെടുത്ത് തിരിച്ചു വന്നപ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെയും സഹോദരനെയുമാണ് കണ്ടത്. നാട്ടുകാർ ഓടിക്കൂടിയ നേരത്തെ മുഖത്തും ശരീരത്തിലും രക്തം പുരണ്ട നായ ഓടി രക്ഷപ്പെട്ടു. മകൻ ദേവദാസിന് കാലിൽ ഗുരുതര പരിക്കുണ്ട്. വീട്ടിൽ വെച്ച് തന്നെ വയോധിക മരിച്ചിരുന്നു. കൊരട്ടി കിൻഫ്ര പാർക്കിൽ നിന്ന് 7 ലക്ഷം രൂപയുടെ കോപ്പർ ചുരുളുകളും മറ്റും മോഷ്ടിച്ച ആസാം സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. യാഹിറുൽ ഇസ്ലാമിനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 22 കിലോ കോപ്പർ ചുരുളുകൾ കണ്ടെടുത്തു. കൊല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മയക്കുമരുന്ന് കേസിലും 3 മോഷണ കേസിലും പ്രതിയാണ് ഇയാൾ. ജോലി വാഗ്ദാനം ചെയ്ത് 2 ലക്ഷം രൂപ തട്ടിയെടുത്ത പ്രതി 7 വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ. എറണാകുളം കുന്നുകര സ്വദേശി തെക്കാനത്ത് വീട്ടിൽ പൗലോസിനെയാണ് ആളൂർ പോലീസ് പിടികൂടിയത്. കല്ലേറ്റുങ്കര സ്വദേശിനിയുടെ മകൾക്ക് 45 ദിവസത്തിനുള്ളിൽ ഫെഡറൽ ബാങ്കിൽ ജോലി ശരിയാക്കി തരാമെന്ന് വിശ്വസിപ്പിച്ച് 2010-ലാണ് ഇയാൾ പണം കൈക്കലാക്കിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത പുതുക്കാട് സിഗ്നലിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. മാളയിൽ ബസ്സിൽ വെച്ച് യാത്രക്കാരിയുടെ പണമടങ്ങിയ ബാഗ് മോഷ്ടിക്കാൻ ശ്രമിച്ച കേസിൽ തമിഴ്നാട് ശിവകാശി സ്വദേശിനികളും സഹോദരികളുമായ 2 പ്രതികൾ റിമാൻഡിൽ. ഇരിങ്ങാലക്കുടയിലെ ഗ്രാമിലെ കാറിനുള്ളിലെ ആത്മഹത്യ. അനധികൃതമായി തോക്ക് കൈമാറിയതിന് 2 പ്രതികൾ റിമാൻഡിൽ. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവിൽ കോഴിക്കല്ല് മൂടൽ ഞായറാഴ്ച. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.